ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നൊരു യാത്രയാണ്. ആ യാത്ര എങ്ങോട്ടാണ്, എന്താണ് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നല്ല പ്രകൃതി രമണീയമായ നല്ലൊരു അടിപൊളി കുളം കേട്ടോ. ഈ കുളം ഒന്നും കൂടി ശുചീകരിച്ചിരിക്കുന്നെങ്കിൽ നല്ല ഭംഗിയായേനെ. വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ നമുക്ക് കറക്റ്റ് ആ പായലും കറക്റ്റ് വെള്ളം എത്ര ആഴമുണ്ടെന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാകും. എന്നാലും അത് നല്ലൊരു ഭംഗിയിൽ ഒന്നും കൂടി സജ്ജമാക്കിയാൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ടൂറിസമൊക്കെ ഇപ്പോൾ ഈ നിലയ്ക്ക് വികസിച്ചിരിക്കുന്ന മേഖലയായ കാരണമാണ് ഇത് പറഞ്ഞത്. അപ്പോഴും ഞാനിപ്പോൾ എവിടേക്കാണ് എത്തിയിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ചെന്ന് പെട്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു ഫിലിം ക്യാമറയിലേക്കല്ല, മറിച്ച് വളരെയധികം കാലപ്പഴക്കമുള്ള ഒരു പരിപാടിക്കാണ്, ഒരു ഒഫീഷ്യൽ ഒരു പ്രോഗ്രാമിനാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കുളം കണ്ട് ഭംഗി കണ്ടിട്ട്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വന്നപ്പോൾ കുളത്തിൽ നിറച്ച അമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പൂക്കളൊന്നും കാണാനില്ല, ആകെ ഇതേപോലെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് August 15 ഈ പ്രോഗ്രാം നടന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്, അത് കാരണമാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ഞങ്ങൾ കയറി ചെല്ലുന്നത് കണ്ടില്ലേ, 1978. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര പ്രായമായോ ഈ പെൺകുട്ടിക്ക് എന്ന്. പക്ഷേ എൻ്റെ അല്ല, എൻ്റെ അച്ഛൻ്റെ SLC ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ചെയ്യാൻ നല്ലൊരു അടിപൊളി ഹാളൊക്കെയാണ് കേട്ടോ. അതിൽ അവരെ വിട്ടുപോയ രണ്ടാൾക്കാർ, ഇക്കൊല്ലം അവരെ വിട്ടുപോയ 2 പേരെ അനുസ്മരിക്കുന്നുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതായത് ആ 78 ബാച്ചിലെ കുട്ടികളെല്ലാവരും അവരവരുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ കൊണ്ടുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ സ്വയം പരിചയപ്പെടുത്തുക, അതേപോലെ അവരുടെ ഭാര്യമാരെ പരിചയപ്പെടുത്തുക. ചിലർ ഭാര്യമാരെ കൊണ്ടുവന്നിട്ടില്ല, ചിലർക്ക് ഭാര്യമാരെ കൊണ്ടുവന്നിട്ടില്ല എന്നല്ല, അവർക്ക് പലർക്കും കുറച്ച് ഫാമിലി ഫംഗ്ഷൻ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളായിട്ട് ചിലർക്ക് ഫാമിലി കൊണ്ടുവരാൻ പറ്റിയില്ല. ചിലവരുടെ ഫാമിലി പിന്നെ ഉച്ച സമയത്തൊക്കെ വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ ഭാര്യമാരെ, പണ്ടത്തെ ആ ഒരു സൗഹൃദം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇത്രയും കാലം നമ്മളൊക്കെ എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ എനിക്ക് ശരിക്കും മിസ്സായിപ്പോയി. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഓർക്കൂട്ടുണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പലതരം അക്കൗണ്ട് ഉണ്ടെങ്കിലും നമ്മളെവിടെയെങ്കിലും നമ്മുടെ പഴയ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തിനെ പോയിട്ട് ഹായ് ഹലോ നീ എവിടെയാണ്, നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയും കാണില്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് വരെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു വില കുറവുള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ 9 കിഡ്സ് പരമാവധി എല്ലാവരും നന്നായി സൗഹൃദം സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ എനിക്കും ഉണ്ട് കേട്ടോ. എനിക്കും കുറേ സൗഹൃദങ്ങളുണ്ട്. എൻ്റെ പലതരം ഗ്രൂപ്പുകളുണ്ട്. അതായത് ഞാൻ LKG അല്ല 1ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ പഠിച്ച ഗ്രൂപ്പുണ്ട്. അതേപോലെ 8 തൊട്ട് 10 വരെ പഠിച്ചവരുടെ ഗ്രൂപ്പുണ്ട്. +2ൻ്റെ ഗ്രൂപ്പ് മാത്രമേ ഞാൻ അതിൽ ആഡ് ആവത്തുള്ളൂ. ഡിഗ്രിയുടെ ഗ്രൂപ്പുണ്ട്, പക്ഷേ ഈ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഗ്രൂപ്പിൽ ആരെങ്കിലും ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഇട്ടാലായി. അതേപോലെ BEdൻ്റെ ഗ്രൂപ്പുണ്ട്. പലരും ചിലപ്പോൾ ടീച്ചിങ് വേക്കൻസി അല്ലെങ്കിൽ അവിടെ ഒഴിവുണ്ട് ഇവിടെ ഒഴിവുണ്ട് എന്നല്ലാണ്ട് വേറെ ഒരു കാര്യം പറയാൻ ആ ഗ്രൂപ്പിൽ ആരും പ്രത്യേകിച്ച് വരുന്നില്ല. അപ്പോൾ ഇവരുടെ സൗഹൃദമൊക്കെ കണ്ടപ്പോൾ ശരിക്കും കൊതി തോന്നിപ്പോയി. കാരണം നമുക്ക് ഇത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടും നമ്മൾ ഇതിലേക്ക് എന്താ പറയുക ഉൾക്കൊള്ളാഞ്ഞത് ഭയങ്കര ഒരു മോശം പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. അപ്പോൾ ഉദ്ഘാടകരൊക്കെ വന്ന് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഉദ്ഘാടകൻ വരുന്നതിന് മുമ്പാണ് ഈ പരിപാടികളൊക്കെ അവർ തുടങ്ങിക്കഴിഞ്ഞത്. ഓരോരുത്തരെ പരിപാടികൾ കഴിഞ്ഞ് അവർ പരിചയപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഒരു സമയം എന്താ പറയുക ഉദ്ഘാടിക്കാൻ ആൾ വരുന്ന വരെ ഒരു ഗ്യാപ്പ് അവർ കൊടുത്തു കേട്ടോ. കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം പരിപാടി തുടങ്ങുമല്ലോ, അതുകൊണ്ട്. അത് കഴിഞ്ഞ് അവർ കയറി ചെല്ലുന്നത് ആ 78 ബാച്ചിലത്തെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി നിന്ന് അവരുടെ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. ഇത് സെൻറ്റ് അലോഷ്യസ് സ്കൂളിൽ പഠിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നോൺ വെജ് സദ്യയായിരുന്നു കേട്ടോ. ചോറ്, കൂട്ടാൻ, ഇറച്ചി, ബീഫ്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് നല്ല അടിപൊളി കലാപരിപാടികളായിരുന്നു. ഇതൊക്കെ അവിടെ പഠിച്ച സ്റ്റുഡൻസ് അല്ല, സ്റ്റുഡൻസിൻ്റെ വൈഫ്, അതായത് ഭാര്യമാർ ഒരുക്കിയ നൃത്തങ്ങളാണ് കേട്ടോ. അവരെല്ലാവരും പല മേഖലകളിൽ നിന്നാണ്. പലരും
വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരൊക്കെ കുറച്ച് സമയം കണ്ടെത്തി ഡാൻസൊക്കെ പഠിച്ച് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടോ. അതേപോലെ കുറേ കലാകാരികളെ നമുക്കവിടെ കാണാൻ പറ്റി. ഇതേ കുട്ടികൾ കൊച്ചുമക്കളൊക്കെ പരിപാടി അവതരിപ്പിക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ മോളുടെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് മേക്കപ്പ് ചെയ്തിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഓരോ കുട്ടികളും കൊച്ചുമക്കളൊക്കെ പാട്ട് പാടുക മുത്തച്ഛന്മാർ കണ്ട് രസിച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഇന്നത്തെ കാലത്ത് സൗഹൃദം എന്നൊരു വില കാണിച്ചു കൊടുക്കണം. അപ്പോൾ ദേ കപ്പിൾ സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭാര്യയും ഭർത്താവും കൂടി പാടുന്നത്, അതേപോലെ പലതരം സോങ്സ്, അതായത് കപ്പിൾസ് അല്ലാത്തവരും പാടുന്നുണ്ടായിരുന്നു കേട്ടോ. സിംഗിൾ സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ അച്ഛനൊക്കെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ ഒരു യൂത്ത്, അതായത് 19 കിഡ്സ് അല്ല, 19 കിഡ്സ് ആണ് ആ ചേട്ടൻ. അപ്പോൾ ആ ബ്രദർ പറഞ്ഞൊരു വാചകമാണ് ഞാനിവിടെ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഓർക്കുഡ്, ഫേസ്ബുക്ക്, പലതരം സോഷ്യൽ മീഡിയ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലത്തായിരുന്നു ഇവരുടെ സ്കൂളിങ് കാര്യങ്ങളൊക്കെ. പക്ഷേ അവരൊക്കെ ആ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പല സ്ഥലത്ത് കിടക്കുന്ന കൂട്ടുകാരന്മാരെ എല്ലാവരെയും ഒന്നിപ്പിച്ച് 4ാമത്തെ വാർഷികത്തിലാണ് ഞാൻ ചെന്നത് കേട്ടോ. ഞങ്ങൾ കറക്റ്റായിട്ട് 3 വർഷത്തിന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പരിപാടി അവതരിപ്പിക്കാനും എനിക്ക് അവസരം വളരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പ്രോഗ്രാമിന് ഞാൻ പ്രയർ സോങ് ഞാനാണ് പാടിയത്. അതുപോലെ ഇപ്പോൾ 3 കൊല്ലമായിട്ട് മക്കൾസ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഭാര്യമാരും എല്ലാവർക്കും അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയൊരവസരമായിരുന്നു. അത് കഴിഞ്ഞ് നല്ല ഡാൻസും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രായത്തിലും അവരുടെ എനർജി സമ്മതിച്ച് കൊടുക്കണം. അത്രയും എന്താ പറയുക, അമ്മൂമ്മമാരായി, പലരും അമ്മൂമ്മമാരായിട്ടാണ് അവർ. എന്നാലും വിട്ടുകൊടുക്കില്ല മക്കളെ എന്നുള്ള രീതിയിലാണ് അവർ ഈ കളിയൊക്കെ പഠിച്ച് നന്നായി നല്ല രീതിയിൽ. തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ ശരി സംബന്ധിച്ചു. പക്ഷേ സ്റ്റേജ് ഫിയർ ഇല്ലാതെ അവർ ആ പരിപാടി അവതരിപ്പിച്ചു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. പല കാര്യം, അതായത് നമ്മുടെ പല സ്ത്രീകളും ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ്. അയ്യോ എനിക്ക് മടിയാണ്, ഞാൻ തരില്ല, ഞാൻ കളിക്കില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവരൊക്കെ കളി കണ്ടില്ലേ, എന്ത് രസമായിട്ടാണ് അവരൊക്കെ കളിക്കുന്നത്. നമുക്ക് വരെ നാണം തോന്നിപ്പോകും. ഒരു സ്റ്റേജ് ഫിയറും ഇല്ലാതെ എന്ത് രസമായിട്ടാണ് അവരൊക്കെ കളിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ അമ്മമാരോടായാലും കളിക്കാൻ പറഞ്ഞ് നമ്മുടെ അമ്മമാരങ്ങനെ അയ്യോ ഞാൻ കളിക്കില്ല, എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കും. പക്ഷേ ഇതേപോലെ മടിയില്ലാതെ കളിക്കാൻ പറ്റണമെങ്കിൽ അതൊരു ഒന്നൊന്നര കഴിവ് തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കഴിവ് വേണം എന്നാണ് ഞാൻ എല്ലാവരോടും, എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവണമെന്നാണ് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിനാണെങ്കിൽ ക്രിസ്ത്യൻസ് ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാനും അവർക്ക് അങ്ങനത്തെ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. ഞാൻ ആലോചിച്ചു, ഈശ്വര ഇത്രയും നന്നായിട്ട് ഈ അമ്മമാർ നന്നായി കളിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഭഗവാൻ എവിടെ നിന്നാണ് ഇവർക്ക് സമയം. കാരണം ഇവരൊക്കെ ഒരുവിധം ആൾക്കാരെല്ലാവരും വർക്കിംഗ് വുമൺസ് ആണ്. ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് അവർ കുറച്ച് നേരം മാറ്റി വെച്ച്, അതായത് സാറ്റർഡേ സൺഡേസ് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങി, ജോലിയിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടൊക്കെയാണ് ഇവർ ഈ പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ നേരം കണ്ടെത്തി അവർ പരിപാടിയൊക്കെ അവതരിപ്പിച്ചത്. അതൊക്കെ വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ കളിച്ചു. അതേപോലെ ഓണത്തിനെ സംബന്ധിച്ചുള്ള പ്രോഗ്രാംസ് ആയിരുന്നു, ഓണാഘോഷമായിരുന്നു കേട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഓണാഘോഷം കൂടി ഒരുമിച്ചാണ് അവർ സെറ്റ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നത്തെ അടുത്ത ആഴ്ചയ്ക്ക് വെച്ചാൽ പിന്നെ ഓണവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറേ പേർക്ക് ലീവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഓണത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഇന്നത്തെ ദിവസം അവർ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാംസ് കാഴ്ചവെച്ചു. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. വന്നവർക്കും അതേപോലെ പങ്കെടുത്തവർക്കും എല്ലാവർക്കും അവർക്ക് പറ്റിയ ഒരു കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നല്ല അടിപൊളി ഗിഫ്റ്റ് തന്നെയാണ് അവർ പ്രസൻറ്റ് ചെയ്തത് കേട്ടോ. ഇതൊക്കെ ഞാനിതിൽ കാണിച്ചു തരാം. ഈ അമ്മമാർ ഒരു 4, 5 ഫ്യൂഷൻ ഡാൻസാണ് സൂപ്പറായിട്ട് ഒരുമിച്ച് കളിച്ചത് കേട്ടോ. ഈ ചേച്ചി 2 ഡാൻസായി, ഇവർ 2 പേരും തമ്മിൽ ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിച്ചു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇവർ തമ്മിൽ ഒരു ഡബിൾ ഡാൻസ് കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും ഈ ചേച്ചി വീണ്ടും കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറേ ഡാൻസ് കളിച്ച കാരണം എനിക്കങ്ങനെ കറക്റ്റായിട്ട് ഓർമ്മയില്ലാത്ത കാരണമാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഈ പരിപാടി കണ്ടിട്ടില്ലെന്ന്. പക്ഷേ പരിപാടി കണ്ടു, നല്ല രീതിയിലാണ് ഇവർ കളിച്ചു കേട്ടോ. കളിച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ നിങ്ങൾക്കറിയാം എത്ര നല്ല ഭംഗിയിലാണ് ഇവർ ഈ കളി കളിക്കുന്നത് എന്ന്.
അപ്പോൾ കളിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ടീംസ് വീണ്ടും കയറി, അവരും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കളിച്ചു. ഇതിനിടയിൽ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുക്കേണ്ടത്, കാരണം വരാൻ പറ്റാത്തവർ കുറേ ചേട്ടന്മാരുണ്ട്. അതായത് കുറേ അമ്മൂമ്മമാർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ കാണിക്കാൻ വേണ്ടി, അതായത് ഗൾഫിലും പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് വരാൻ പറ്റാത്ത കാരണം അവർക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇവരിനി ഇത് പബ്ലിഷ് ചെയ്യുക. കുറേ പേർക്ക് ജോലി തിരക്ക് കാരണം പോലും വരാൻ പറ്റാത്തതുണ്ട് കേട്ടോ. ഫസ്റ്റ് കൊല്ലം ആൾക്കാർ നന്നായി ഉണ്ടായിരുന്നു. പോകെ ഇപ്പോൾ ആൾക്കാർ മൊത്തം ശോഷിച്ച് വരിക എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. ഫസ്റ്റ് കൊല്ലമൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ചെന്നപ്പോൾ ആൾക്കാർ വളരെ ശോഷിച്ചു. എന്നാലും നല്ല രീതിയിൽ പങ്കെടുക്കാൻ പറ്റുന്നവരെല്ലാവരും അതെ, ഓരോരുത്തരും ബോംബെയിലും ബാംഗ്ലൂർ അവിടെയും ഇവിടെയും ഒക്കെ ഉള്ളവർ, ഗൾഫിലുള്ളവരൊക്കെ ലീവ് കണ്ടെത്തി അവർ ഈ ഒരു പരിപാടിക്ക് വേണ്ടി അവരുടെ കൂട്ടുകാരന്മാരെ കാണാൻ വേണ്ടി ഓടിയെത്തിയിരിക്കുന്നു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കൊരു ദിവസം നമ്മുടെ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ വീണ്ടും എന്താ പറയുക, 15 വയസ്സുകാരനും 16 വയസ്സുകാരെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റി അവിടെ ഇരുന്നിട്ട്. കാരണം അതുവരുടെ എനർജി ലെവൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കണതേ. അപ്പോൾ ഈ പാടുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ. അച്ഛൻ ചെറിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നന്നായി പാടും. അപ്പോൾ അച്ഛനും നല്ല രീതിയിൽ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും അതേ കുറേ ചേട്ടന്മാരിങ്ങനെ പാട്ട് പാടി എന്താ പറയുക, വെറുപ്പിക്കല്ല, നമ്മളെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യിപ്പിച്ചു. അവർക്കും കിട്ടിയൊരു അവസരമാണല്ലോ, സ്റ്റേജ് ഫിയർ ഇല്ലാതെ അവർ നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി നല്ല ആൾക്കാരെയൊക്കെ എന്താ പറയുക കൈയടിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് നല്ല രീതിയിൽ പ്രോഗ്രാമൊക്കെ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ, അതായത് എൻ്റെ മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ മുത്തശ്ശൻ്റെ SLC ബാച്ച്, അത് മക്കൾക്ക് ഒരു വാല്യൂ പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. കാരണം 1978 സൗഹൃദം അത്ര വലിയൊരു സൗഹൃദമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് സാധിച്ചു. ഇന്നത്തെ കാലത്തെ പോലത്തെ അല്ല അന്നത്തെ ഫ്രണ്ട്ഷിപ്പ് എല്ലാ കാലവും ഒരേപോലെ തന്നെയാണ്. പക്ഷേ അത് നമ്മൾ നിലനിർത്തുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സായിട്ട് എനിക്കിപ്പോഴും കൂട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, +2 ഫ്രണ്ട്സ് മാത്രമായിട്ടാണ്, ആകെ ഒരു +2 ഒരു 5-6 പേര് മാത്രമായിട്ടാണ് എനിക്കൊരു ആകെ ഇപ്പോഴും കമ്പനി. ഞങ്ങൾ അതായത് എല്ലാ കൊല്ലം ഒരു ദിവസം അവർക്ക് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കും. എല്ലാ കൊല്ലം ഞങ്ങളൊരു ദിവസം മാറ്റി വെച്ച് ഞങ്ങൾ ഒരു സ്ഥലം പറഞ്ഞ് ഞങ്ങൾ ഒരു ഡേ ഫുള്ള് ഞങ്ങൾ അവിടെ കൂടാറുണ്ട് കേട്ടോ. എല്ലാ കൊല്ലവും അത് പതിവുള്ള കാര്യമാണ്. ഇക്കൊല്ലാണ് ജസ്റ്റ് ഒന്ന് മുടങ്ങിയത്. പിന്നെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമായത് ഇവരുടെ കപ്പിൾ ഡാൻസാണ്. സൂപ്പറായെന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മയും അപ്പൂപ്പനും അടിപൊളിയായിട്ട് തന്നെ കളിച്ചു കേട്ടോ. ഇത്രയും വയസ്സിൽ അവരുടെ എനർജി ലെവൽ സമ്മതിച്ച് കൊടുക്കണം. നമ്മുടെ മേരിക്കണ്ടൊരു കുഞ്ഞാട് അതിലത്തെ എൻ്റെ അടുക്കൽ വന്നെടുക്കും പെമ്പിറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ കട്ടെടുത്തു നിൻ വിചാരം നീ, വീണ്ടെടുത്തോ എൻ വിചാരം നീ. ആ പാട്ടാണ് കേട്ടോ. ഇതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും, അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചോളൂ കേട്ടോ. അപ്പോൾ അതും നല്ല രീതിയിൽ ഈ അമ്മൂമ്മയും അപ്പൂപ്പനും തകർത്തു എന്ന് പറഞ്ഞാൽ പോരാ, അവർക്കൊന്നും എന്താ പറയുക അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇവരൊരു സർപ്രൈസ് പെർഫോമൻസ് ആയിരുന്നു. ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇടയിൽ പോയി അവർ ഡ്രസ്സ് മാറി അടിപൊളിയായിട്ട് ചട്ടയും മുണ്ടൊക്കെ എടുത്ത് സൂപ്പറായിട്ട് അവിടെ ഇരുന്ന കാണികളും അതെ നന്നായി കളിച്ചു, നന്നായി കളിക്ക് ഹായ്. അവരൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പരിപാടി കാണാൻ മുമ്പ് ഏറ്റവും കൂടുതലും എന്താ പറയുക നമുക്ക് ഒരു പിശുക്ക് കൈയടിക്കാനാണല്ലോ. പക്ഷേ ഇവിടെ ഞാൻ ചെന്നപ്പോൾ കൈയടിക്കാൻ ഒരു പിശുക്ക് മാർക്കും ഞാൻ കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സമ്മാനദാനം ഉണ്ടായിരുന്നു. സമ്മാനദാനം എന്ന് പറയുന്നത് ഈ 1970 ബാച്ചിൻ്റെ അവരുടെ സൗഹൃദ കൂട്ടായ്മയുടെ ഒരു കപ്പ്, അതായത് അവരുടെ എല്ലാ ഫ്രണ്ട്സും കൂടി ഇരിക്കുന്ന ഒരു മെമ്മറി ആയിരുന്നു കേട്ടോ. അതായത് അപ്പൻ്റെ മോളാണ് പ്രൈസ് പഠിക്കാൻ പോയത്. പരിപാടി അവതരിപ്പിച്ച് എല്ലാവർക്കും പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ, സൗഹൃദം. അപ്പോൾ പിന്നെ ചേച്ചിയുടെ മോളുണ്ടായിരുന്നില്ല, അപ്പോൾ ചേച്ചിയുടെ മോൾക്ക് പകരം എൻ്റെ മോളാണ് പ്രൈസ് മേടിച്ചത്. അത് കഴിഞ്ഞ് വൈൻഡപ്പ്, അതായത് എന്താ പറയുക പ്രോഗ്രാം കഴിഞ്ഞ് അവരുടെ വക ഒരു ഡാൻസും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി പാട്ട് വെച്ച് ഡിസ്കോ കളിച്ച് നല്ല രീതിയിൽ ഡാൻസും അടിച്ച് പൊളിച്ച് പരിപാടി അത്രയും സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ കമൻറ്റ് ചെയ്തോളൂ. എന്തെങ്കിലും ഒരു ഭാഗ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു വാക്കോ എന്തായാലും കമൻറ്റ് ചെയ്താൽ
ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മടി. പക്ഷേ എനിക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ കടമ ഞാൻ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഞാൻ ആദ്യം പറയേണ്ടതാണ്, പക്ഷേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചിട്ടോ. അപ്പോൾ ഇവിടെ അമ്മയും മോനും കൂടിയുള്ള ഡാൻസാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ ഒരു സാറാണ് കേട്ടോ, CA ക്ലാസ് എടുക്കുന്ന സാറാണ്. അത് കഴിഞ്ഞ് ഇവിടെ നല്ല അടിപൊളി എല്ലാവരും ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ കൂടി സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചിടും. ഇതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയ്ക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് തമ്പോല കളിച്ചിട്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇടാൻ മറന്നു കേട്ടോ, സോറി കേട്ടോ. ഓക്കെ, ബൈ.